നമസ്കാരം. തൊഴിലിനും മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനും സാധ്യതയില്ലാതെ വൻതോതിൽ യുവതി-യുവാക്കൾ നാടുവിടുന്ന കേരളത്തിൽ ക്ഷേമ പെൻഷൻ പോലും നേരാം വണ്ണം കൊടുക്കാനാവാതെ കുടിശ്ശിക പെരുകുമ്പോൾ ബിരുദധാരികൾക്ക് പ്രതിമാസം 3000 രൂപയും ഡിപ്ലോമക്കാർക്ക് 1500 രൂപയും തൊഴിലില്ലായ്മ സ്റ്റൈപ്പൻഡ് വാഗ്ദാനം ചെയ്ത കോൺഗ്രസിൻ്റെ 5ാം തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിനാണ് കർണാടക സർക്കാർ വെള്ളിയാഴ്ച തുടക്കമിട്ടത്. ക്യാബിനറ്റിലെ സഹപ്രവർത്തകർക്കൊപ്പം മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ശിവമോഗയിൽ യുവനിധി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 7 ഗുണഭോക്താക്കൾക്ക് യുവനിധി ചെക്കുകൾ പ്രതീകാത്മകമായി കൈമാറി സിദ്ധാരാമയ്യയും ഉപമുഖ്യമന്ത്രി ശിവകുമാറും ചേർന്ന് തൊഴിലില്ലായ്മ ധനസഹായ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചു. ഇതോടെ കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രകടന പത്രികയിൽ നൽകിയ 5ാമത്തെ ഉറപ്പും നടപ്പിൽ വന്നു. തൊഴിലുറപ്പാക്കാൻ പാടുപെടുന്ന ബിരുദധാരികൾക്കും ഡിപ്ലോമ ഉടമകൾക്കുമാണ് ഈ സംരംഭം സാമ്പത്തിക സഹായം നൽകുന്നത്. പരമാവധി 2 വർഷത്തെ പിന്തുണാ കാലയളവ് ഉറപ്പു നൽകുന്ന പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ സ്കിൽ കണക്ട് പോർട്ടൽ വഴി യോഗ്യരായ വ്യക്തികൾക്ക് രജിസ്റ്റർ ചെയ്യാനും പരിശീലന അവസരങ്ങൾ നേടാനുമുള്ള പ്ലാറ്റ്ഫോമായി വർത്തിക്കുമെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ 6 മാസമായി തൊഴിൽ ലഭിക്കാത്തവർക്കും ഉപരിപഠനം നടത്താത്തവർക്കും ഈ സഹായം 2 വർഷത്തേക്ക് നീട്ടി നൽകും. ഈ വർഷം ശേഷിക്കുന്ന കാലയളവിലേക്ക് 250 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തി. 2023 ബിരുദം നേടിയ തൊഴിൽ രഹിതരായ യുവാക്കൾക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾക്ക് ധനകാര്യ വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ തുടക്കമിട്ടു. അടുത്ത സാമ്പത്തിക വർഷം മുതൽ 1200 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ശക്തി, ഗൃഹജ്യോതി, ഗൃഹലക്ഷ്മി, അന്നഭാഗ്യ പദ്ധതികൾ ഉൾപ്പെടെ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത 5 ഉറപ്പുകളും നിറവേറ്റുന്നതിൽ സിദ്ധാരാമയ്യ സംതൃപ്തി പ്രകടിപ്പിച്ചു. ഗൃഹലക്ഷ്മിക്ക് കീഴിൽ 10.18 ദശലക്ഷം കുടുംബനാഥർക്ക് പ്രതിമാസം 2000 രൂപ വീതം ധനസഹായം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ശക്തിയുടെ കീഴിൽ സംസ്ഥാനത്തുടനീളമുള്ള സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആസ്വദിക്കാം. 10.51 മില്യൺ കുടുംബങ്ങൾക്ക് ഗൃഹജ്യോതി പദ്ധതിക്ക് കീഴിൽ 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയുടെ ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടുന്ന യുവനിധി പദ്ധതി സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, രാജ്യത്തും വിദേശത്തുമായി വിവിധ മേഖലകളിൽ തൊഴിലുറപ്പാക്കുന്നതിന് യുവാക്കൾക്ക് ആവശ്യമായ നൈപുണ്യ വികസന പരിശീലനവും നൽകുന്നുണ്ട്. അതിലൂടെ തൊഴിലില്ലായ്മ വിടവ് നികത്തുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് പ്രതിമാസ ശമ്പളം നൽകുന്നത് കൊണ്ട് മാത്രം സർക്കാർ തൃപ്തരല്ല. എന്നാൽ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് അവരുടെ കർമ്മശേഷി ഉപയോഗിക്കാൻ സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ലഭിക്കുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നതിനും നൈപുണ്യ വികസന പരിശീലനം നൽകുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തുന്നുണ്ട് എന്നും സിദ്ധാരാമയ്യ പറഞ്ഞു. യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നതിന് ആവശ്യമായ പരിശീലനം സർക്കാർ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 70,000-ഓളം തൊഴിലില്ലാത്തവർ ഇതിനകം യുവനിധി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പരിപാടിക്ക് ഇതുവരെ മികച്ച പ്രതികരണമാണ് സർക്കാരിന് ലഭിച്ചതെന്നും കർണാടക സർക്കാർ വ്യക്തമാക്കി. മുൻ BJP മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ മകനും സംസ്ഥാന BJP അധ്യക്ഷൻ BY വിജയേന്ദ്രയുടെ ജ്യേഷ്ഠനുമായ ശിവമോഗ BJP MP BY രാഘവേന്ദ്ര യുവനിധി പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രിയുമായി വേദി പങ്കിട്ടത് ശ്രദ്ധേയമായി. സിവിൽ സപ്ലൈ സൂപ്പർ മാർക്കറ്റിൽ സബ്സിഡി സാധനങ്ങൾ ഇറക്കാൻ പോലും കഴിയാതെ ഒരു സർക്കാർ ഇവിടെ ചക്രശ്വാസം വലിക്കുമ്പോൾ തൊട്ട് അയൽപക്കത്ത് താമസിക്കുന്നവർ 10 രൂപ വിലക്കുറവിൽ പെട്രോളും മറ്റനേകം ക്ഷേമ പദ്ധതികളും അനുഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മലയാളിക്ക് ഒരേ സമയം അസൂയയും വേദനയും രോഷവും തോന്നിപ്പോയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല.